എല്ലാവർക്കും നമസ്കാരം. സൈനേർഡ് നീറ്റ് PG കൗൺസിലിങ്ങിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നീറ്റ് PG 2025 കൗൺസിലിങ്ങിൻ്റെ പാർട്ട് 3നെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഒരു 1-2 വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ നമ്മൾ എലിജിബിലിറ്റീനെ പറ്റി ഡിസ്കസ് ചെയ്തു, റാങ്കിൻ്റെ പോസിബിലിറ്റീനെ പറ്റി ഡിസ്കസ് ചെയ്തു, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, കൗൺസിലിംഗ് ഒത്തിരി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ആ റാങ്ക് പോസിബിലിറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് ഏത് കൗൺസിലിംഗ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പോൾ കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, അതിന് മുൻപ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ കൗൺസിലിങ്ങിൽ കയറുമ്പോൾ എന്താണ്, ചോയ്സും ഫില്ല് ചെയ്യണം അല്ലേ, എന്നാലല്ലേ നമ്മുടെ സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അപ്പം പിന്നെ ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് അവരുടെ നൈറ്റ് മെയറാണ്, പേടി സ്വപ്നമാണ് ഈ കൗൺസിലിംഗ് എന്ന്. കാരണം ഒത്തിരി റൂൾസൊക്കെ ഇല്ലേ, അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ടാണേ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കൗൺസിലിംഗ് പ്രോസസ്സിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണ് സൈനേർഡ് ഇന്ന് ഈ ഒരു വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതാണ് നമ്മൾ നോക്കുന്നതാണ് ദ പ്രോസസ് ആൻഡ് സീക്വൻസ് ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ നമുക്ക് ബേസ് ഒന്ന് മനസ്സിലാക്കിയാലോ. അപ്പോൾ കൗൺസിലിങ്ങിനാണെങ്കിൽ ഒരു അതോറിറ്റി ഉണ്ട്, എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ അതോറിറ്റി ഏതാണ്, MCC, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി, അണ്ടർ നമ്മളെ DGHS, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ വെബ്സൈറ്റ് ഏതാണ്, mcc.nic.in. അതുപോലെ തന്നെ സ്റ്റേറ്റ്സിന് അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ കൗൺസിലിങ്ങിന് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നോക്കിക്കേ, തമിഴ്നാടിനുള്ളതാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ കേരള കർണാടകയ്ക്കുള്ള അതോറിറ്റിയാണ് എക്സാമിനേഷൻ അതോറിറ്റി. അതുപോലെ ഹരിയാന, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാനുള്ളതാണ് യൂണിവേഴ്സിറ്റി. അതേപോലെ ഗുജറാത്തിൻ്റെയാണ് സ്പെഷ്യൽ അതോറിറ്റി ആക്ട് തന്നെ ഉണ്ട്. പിന്നെ നോക്കിക്കേ AFMS, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ അലോട്ട്മെൻറ്റ് MCC വഴിയാണ്. അതേസമയം ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നോക്കിക്കേ, ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സിക്കിം മണിപ്പാൽ. അപ്പോൾ സിക്കിം മണിപ്പാലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ്, അവരുടെ ജനറൽ ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് സിക്കിം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നിഗ്രി ഹാംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ കൗൺസിലിംഗ് നടക്കുന്നത്. ഇനി നമ്മളൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ഡിസംബർ 2021 സുപ്രീം കോർട്ടിൻ്റെ ഓർഡറായിരുന്നു എല്ലാ കൗൺസിലിങ്ങും ഓൺലൈനായിട്ട് തന്നെ നടത്തണമെന്ന്. അപ്പോൾ ഇതിനു മുൻപ് ഒരുപാട് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഓഫ്ലൈനായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അത് കാരണമാണ് സുപ്രീം കോർട്ട് പറഞ്ഞു ഡിസംബർ 2021 ഇനി എല്ലാ കൗൺസിലിങ്ങും എന്താണ്, ഓൺലൈനായിട്ട് തന്നെ നടത്തണം. പിന്നെ ഓൾ കൗൺസിലിംഗ് ഹാവ് ടു ബി ത്രൂ എന്താണ്, നമ്മുടെ MCC വഴിയാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കുക, നോ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻ അലോട്ട് എനി കാൻഡിഡേറ്റ്സ് ഡയറക്റ്റ്ലി. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും കാൻഡിഡേറ്റിനെ അലോട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ നടക്കാറില്ലേ. അതായത് എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് വലിയ റാങ്ക് കിട്ടുകയാണോ എങ്കിലൊന്നും വിഷമിക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിനിക്കൽ സീറ്റ് മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ ഡെയിലി കോൾസാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കോൾസൊക്കെ വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഡയറക്റ്റായിട്ട് കാൻഡിഡേറ്റ്സിന് അങ്ങനെ ഒന്നും പറ്റത്തില്ല, എല്ലാം ഓൺലൈൻ വഴിയാണ്. അപ്പോൾ വേറെ കുറച്ച് വിഭാഗക്കാർ പറയാം നിങ്ങൾക്ക് എത്ര റാങ്ക് ആണോ ഞങ്ങൾ ഈ ഒരു സീറ്റ് മേടിച്ച് തരാം. അപ്പോൾ അവരും എന്ത് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പോകും, mcc.nic പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ചോയ്സ് ഫില്ലിങ് നടത്തിയിട്ടാണ് അവർ സീറ്റ് അഷ്യൂർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തിനാണ് ഇവരുടെ കയ്യിലൊക്കെ കൊടുക്കുന്നത്, നമുക്ക് സ്വന്തമായി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കുന്നത്, ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡീംഡ് സീറ്റ്സ് എങ്ങനെയാണ് അലോട്ട് ചെയ്യുന്നത്, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ MCC വഴിയാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് അതോറിറ്റി വഴിയാണ്. യു ക്യാൻ അറ്റൻഡ് എനി കൗൺസിലിങ്സ് അല്ലേ, നിങ്ങൾ എലിജിബിൾ ആയിടത്തോളം നിങ്ങൾക്ക് എല്ലാ കൗൺസിലിങ്സും അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് ദ പ്രോസസ്സ് ഓഫ് കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന എന്താണ്, ഓൾ ഇന്ത്യയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൗൺസിലിംഗ് നോട്ടിഫിക്കേഷൻ, അതായത് കൗൺസിലിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ബ്രോഷർ ഉണ്ടാവും. ആ ബ്രോഷറിൽ എന്തൊക്കെയായിരിക്കും, നമ്മുടെ കൗൺസിലിംഗ് റൂൾസ് മെൻഷൻ ചെയ്യും, എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാനുള്ളത് എല്ലാം ആ ബ്രോഷറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷനാണ് വരുന്നത്. ആ ഒരു ടൈം ലൈനിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, അവർ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. കാരണം റൗണ്ട് 1 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ചോയ്സ് ഫില്ലിംഗ് എപ്പോഴാണ്, രജിസ്ട്രേഷൻ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ രജിസ്ട്രേഷൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നാളെ തന്നെ ചോയ്സ് ഫില്ലിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസം ഒരു ടൈം ഇൻ്റർവെല്ലാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചോയ്സ് ഫില്ല് ചെയ്യണം. അതുകൊണ്ടാണ് സൈനോട് എപ്പോഴും പറയുന്ന ഒന്നാണ്, കൗൺസിലിംഗ് പ്രോസസ്സിന് മുൻപ് തന്നെ, അതായത് കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ചോയ്സ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു 5 ഡേയ്സേ കിട്ടുള്ളൂ. അപ്പോൾ ആ 5 ഡേയ്സിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നമ്മൾ വെറി ചെയ്തിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഏത് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ആകെ മൊത്തം ടോട്ടലി വെറീഡ് ആവും. അപ്പോൾ ആ ഒരു വെറീസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, കൗൺസിലിങ്ങിന് മുൻപ് തന്നെ നിങ്ങൾ ചോയ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സൈനോട് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ, കഴിഞ്ഞ വർഷം നിങ്ങളുടെ റാങ്കിന് ഏതൊക്കെ പോയി, ഏതൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എല്ലാം മനസ്സിലാവും. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാണ്, ഇപ്പോൾ എനിക്കറിയാനുള്ളൊരു കാൻഡിഡേറ്റിൻ്റെ റാങ്ക് വന്നിട്ട് 10,000 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 10,000-ന് എത്ര പോയി, 8,000 എത്ര പോയി, ഒരു 11,000 എത്ര പോയി എന്നെല്ലാം നോക്കുമ്പോൾ എന്താണ്, എനിക്കൊരു ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഇവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ചോയ്സ് ലിസ്റ്റ് എൻ്റെ ഇഷ്ടത്തിന്, അതായത് എനിക്ക് എൻ്റെ പ്രയോറിറ്റി കാണും അല്ലേ. അതായത് എൻ്റെ ഫ്രണ്ടിനാണ് ഇപ്പോൾ ആണെങ്കിൽ എന്താണ്, ഫ്രണ്ടിന് കുറച്ച് പ്രയോറിറ്റീസ് പറയാണ്. അതായത് ഞാൻ നോക്കുന്നത് ബ്രാഞ്ചാണ്, ഞാൻ നോക്കുന്നത് നല്ല ഹാൻഡ്സ് ഓൺ വേണം, എനിക്ക് ലൊക്കേഷൻ എനിക്ക് അടുത്തുള്ളത് മതി. അപ്പോൾ അങ്ങനെയായിരിക്കും എൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് സപ്പോസ് ഒന്ന് നോക്കിക്കേ, ഫസ്റ്റ് റൗണ്ടിൽ എന്ത് കൊടുത്തു, MAMC പീഡിയാട്രിക്സ് കൊടുത്തു. സെക്കൻഡ് റൗണ്ടിൽ എന്ത് കൊടുത്തു, BMMC പീഡിയാട്രിക്സ് കൊടുത്തു. തേർഡ് റൗണ്ടിൽ വന്നിട്ട് ABVMS പീഡിയാട്രിക്സ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചോയ്സ് ഫില്ലിങ്ങിന് ഫസ്റ്റ് കൊടുത്തത് ഏതാണ്, MAMC പീഡിയാട്രിക്സ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് വന്നിട്ട് VMMC പീഡിയാട്രിക്സ്. അപ്പോൾ അവർ നോക്കും, ഞാൻ കൊടുത്ത പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് എനിക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പം റൗണ്ട് 1-ൽ ഇപ്പോൾ റൗണ്ട് 1-ൻ്റെ ആണെന്ന് വെച്ചോ, അപ്പോൾ ആദ്യം എനിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കും, ആദ്യത്തെ എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ എന്താണ്, എൻ്റെ രണ്ടാമത്തേൽ നോക്കും. അപ്പോൾ രണ്ടാമത്തേൽ ഇല്ലെങ്കിൽ എന്താണ്, ഇല്ലെങ്കിലാണ് മൂന്നാമത്തേൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്നതാണ് നിങ്ങളുടെ പ്രയോറിറ്റി 1, 2, 3 അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ചാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനിൽ നിന്ന് മാത്രമേ അലോട്ട്മെൻറ്റ് നടക്കത്തുള്ളൂ, അതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി എങ്ങനെയാണ് കൗൺസിലിംഗ് നോട്ടിഫിക്കേഷനെ പറ്റി മനസ്സിലാക്കി. ഇനിയാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. വെറും ഒരു 1/2 മിനിറ്റ് മാത്രം, അതായത് 30 മിനിറ്റ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ബേസിക്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് വേണം. അതായത് ഇപ്പം അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എന്താണ്, അതിലെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അമ്മയുടെ പേര്, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെയുള്ള ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എൻട്രി ചെയ്യുക, അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ദ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ആർക്കൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് മെയിൻലി NRI ഓർ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫോർ PWD. മെയിൻലി NRI കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനുമാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതേസമയം OBC, SC, ST, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ പോലും ആ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ടൈമിൽ ഓൾ ഇന്ത്യക്കാർ ചോദിക്കുന്നില്ല. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയം നിങ്ങൾ ഡയറക്റ്റായിട്ട് കോളേജിൽ പോകുമ്പോഴെന്താണ്, ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ എന്നാൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് കഴിഞ്ഞു. അതിനുശേഷം റിലീസ് ഓഫ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടോ? ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിങ്ങിൽ മെറിറ്റ് ലിസ്റ്റ് റിലീസ് ഇല്ല. അതായത് റാങ്ക് 1-ന് എത്രയാണ്, റാങ്ക് 2 അങ്ങനെ ഒരു മെറിറ്റ് ലിസ്റ്റ് അവർ ഇടുന്നതല്ല. പക്ഷേ പിന്നെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റായിട്ട് പിന്നെ അവർ ഇടുന്നതാണ്.
അപ്പോൾ ഇത് നോക്കിക്കേ, അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്താണ്? ചോയ്സ് ഫില്ലിംഗ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിറ്റേന്ന് തന്നെ എന്താണ്? ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ചോയ്സ് ഫില്ലിംഗ് ഒരു 5 ദിവസം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോയ്സ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സൈനേർഡിൽ ഓപ്ഷൻ ഉണ്ട് ചോയ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാം നോക്കി റെഡിയാക്കി വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ട്രെസ്സും ഇല്ലാതെ തന്നെ ഈ ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് എപ്പോഴും പറയേണ്ട മറ്റൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് പേരെ 1 വർഷം 2 വർഷം 3 വർഷം അങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരുപാട് ഡേയ്സ് എടുത്തുള്ള കഠിന പ്രയത്നമാണ് ഈ എക്സാം. അപ്പോൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണ്? റാങ്കിന്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് കൗൺസിലിങ്ങിനും. അപ്പം നിങ്ങൾ മാർക്ക് പഠിച്ച് റാങ്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കഷ്ടപ്പെട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്, അതേപോലെ ഇമ്പോർട്ടൻസ് ആണ് കൗൺസിലിംഗ്. കാരണം ആ കൗൺസിലിംഗ് നമ്മൾ കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ദ ബെസ്റ്റ് സീറ്റ് നമുക്ക് വേണ്ടേ. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ എക്സാമിന് എങ്ങനെയാണോ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതേ ഇമ്പോർട്ടൻസ് എന്തിനും കൊടുക്കണം? കൗൺസിലിങ്ങിനും ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ നോക്കിക്കേ, ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞു. പബ്ലിഷ് ഓഫ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷായി. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് മെയിൻലി PDF ഫയലായിട്ടാണ് വരുന്നത്. അതായത് ഇത്ര റാങ്കിന് ഈ കോളേജ് അലോട്ടഡ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെയൊക്കെ റാങ്ക് 1 എവിടെ കിട്ടി അതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഒരു കോളേജ് വീണെന്ന് വെച്ചോളൂ. അപ്പോൾ കോളേജ് വന്നെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. അപ്പോൾ അതും കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം. അതാണ് അഡ്മിഷൻ അറ്റ് അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് സ്റ്റേറ്റിൻ്റെ ആണേ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കൗൺസിലിങ്ങും എന്താണ്? ഓൾ ഇന്ത്യ പോലെ തന്നെ കൗൺസിലിംഗ് നോട്ടിഫിക്കേഷൻ വരും. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഉണ്ട്. സ്റ്റേറ്റിൻ്റേതായ ബ്രോഷറിൽ എല്ലാം ഉണ്ട്. റൗണ്ട് വൈസ് റൂൾസ് എങ്ങനെയാണ്, എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, എല്ലാം സ്റ്റേറ്റിൽ ബ്രോഷറിൽ കൊടുത്തിരിക്കും. അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കേ, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റിന് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു തന്നില്ലേ, ചില സ്റ്റേറ്റിന് അവരുടേതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ചില സ്റ്റേറ്റ് പറയുന്നത് എന്താണ്? നിങ്ങൾ ജനിച്ചത് അവിടെയാണെങ്കിൽ, ചില സ്റ്റേറ്റ് പറയുന്നത് എന്താണ്? കർണാടക പോലെയാണെങ്കിൽ MBBS നിങ്ങൾ അവിടെ പഠിച്ചത്. അപ്പോൾ സഡൻ ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സ്റ്റേറ്റിൻ്റെയും ക്രൈറ്റീരിയ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയിലെല്ലാം നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ എന്താണ്? ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പോൾ നിങ്ങൾക്കിപ്പം SC ST OBC എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അങ്ങനെ ഒരുപാട് റിസർവേഷൻ ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളയിലാണെങ്കിൽ ഈഴവ, ബാക്ക്വേർഡ് ഹിന്ദു, അങ്ങനെയൊക്കെ ഒരുപാട് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ആ റിസർവേഷൻ ഉള്ളതിൻ്റെ പ്രൂഫായിട്ട് ഉള്ള ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം? നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, സ്റ്റേറ്റിനാണെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ്സ് മേടിക്കുന്നത് ഫോർ സ്റ്റേറ്റ് പേർപ്പസ് എന്ന് പറഞ്ഞിട്ടാണ്. അതേസമയം ഓൾ ഇന്ത്യക്ക് നമ്മൾ തഹസീൽദാർ എന്ന് ഫോർ സെൻട്രൽ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് എക്കണോമിക്കലി ഇത് നമ്മുടെ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവരും കൺഫ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഓൾ ഇന്ത്യക്കാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ റിസർവേഷൻ്റെത് ഫോർ സെൻട്രൽ പേർപ്പസും, സ്റ്റേറ്റിനാണെങ്കിൽ ഫോർ സ്റ്റേറ്റ് പേർപ്പസ് എന്ന് പറഞ്ഞിട്ടാണ് വില്ലേജ് ഓഫീസറിൻ്റെ നിന്ന് മേടിക്കുന്നത്. മറ്റേ തഹസീൽദാറാണ് ഓൾ ഇന്ത്യ, സ്റ്റേറ്റ് ആണെങ്കിൽ വില്ലേജ് ഓഫീസർ. ഒരിക്കലും മറക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ ഡോക്യുമെൻ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം എന്താണ്? അക്സെപ്റ്റൻസ് ആൻഡ് റിലീസ് ഓഫ് ദ മെറിറ്റ് ലിസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യും? അവർ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യും. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ വ്യാജ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒപ്പിച്ച് കൊടുക്കാൻ നോക്കും. അങ്ങനെ ഉള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉറപ്പായിട്ടും റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 15,000 പേര് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു 10,000-10,000 പേർക്കായിരിക്കും എൻട്രി കിട്ടുന്നത്. കാരണം അവർ ഫുൾ നോക്കി നിങ്ങളുടെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവർ ആ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ് ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും. അപ്പോൾ അതിനുശേഷം എന്താണ്? ചോയ്സ് ഫില്ലിംഗ് ആയി. ചോയ്സ് ഫില്ലിംഗ് നേരത്തെ പറഞ്ഞ പോലെ അവരൊരു ടൈം തരും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കേരള, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ റൗണ്ട് 2
ചോയ്സ് ഫില്ലിംഗ് അനുവദിക്കത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ആ സീക്വൻസ് ഓഫ് കൗൺസിലിംഗ് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങൾ ഇപ്പോഴേ ഓർത്ത് വെച്ചോളൂ. കേരള പോലെയുള്ള സംസ്ഥാനങ്ങൾ റൗണ്ട് 2 ചോയ്സ് ഫില്ല് ചെയ്യാൻ സമ്മതിക്കുന്നതല്ല. പിന്നെ അപ്പോൾ നോക്കിക്കേ, ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത എന്താണ്? പബ്ലിഷ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടിയാൽ തീർച്ചയായിട്ടും കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പറയുന്നത് എന്തെന്ന് അറിയാമോ? റൗണ്ട് 1 ഇപ്പം എനിക്ക് ഒരു അഡ്മിഷൻ വന്നു എന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്തു, ഫീസൊക്കെ അടച്ച് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്ലാസ് അപ്പം റൗണ്ട് 1 തുടങ്ങത്തില്ല. യൂഷ്വലി റൗണ്ട് 2 ശേഷമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് ദ സീക്വൻസ് ഓഫ് കൗൺസിലിംഗ്. ഇതാണ് മിക്ക പേർക്കും സംശയമുള്ളത്. ഈ അലോട്ട്മെൻറ്റ് ഈ റൗണ്ട് 1 സീറ്റ് കിട്ടിയാൽ എങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷനാണ്. ഇതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് നോക്കണ്ടേ. നമുക്ക് ഫസ്റ്റ് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 1 നടക്കും. ആ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 1 കഴിഞ്ഞതിന് ശേഷമാണ്, റിസൾട്ട് വന്നതിന് ശേഷമാണ് സ്റ്റേറ്റ് റൗണ്ട് 1 നടക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് റൗണ്ട് 1 കഴിഞ്ഞതിന് ശേഷമാണ് ഓൾ ഇന്ത്യ റൗണ്ട് 2 നടക്കുന്നത്. ഓൾ ഇന്ത്യ റൗണ്ട് 2 കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് റൗണ്ട് 2, ഓൾ ഇന്ത്യ റൗണ്ട് 3 കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് റൗണ്ട് 3, പിന്നെ ഓൾ ഇന്ത്യ, അതിനുശേഷം സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനൊരു സീക്വൻസിലാണ് പോകുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു എക്സാമ്പിളാണ്. എനിക്കിപ്പോൾ റൗണ്ട് 1 MAMC പീഡിയാട്രിക്സ് ഞാൻ നോക്കുന്നു. റൗണ്ട് 2 ഞാൻ VMMC പീഡിയാട്രിക്സ് നോക്കുന്നു. റൗണ്ട് 3 ABVMS പീഡിയാട്രിക്സ് നോക്കുന്നു. അപ്പോൾ എനിക്ക് റൗണ്ട് 1 കിട്ടിയില്ല, റൗണ്ട് 2 കിട്ടിയില്ല, പക്ഷേ എനിക്ക് റൗണ്ട് 3 കിട്ടിയേ. പക്ഷേ എൻ്റെ മനസ്സ് എവിടെയാണ് കിടക്കുന്നത്? 1 2 ഉള്ള ഓപ്ഷനിൽ വീണിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് റൗണ്ട് 1 ഈ ABVMS കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്യും? അടുത്ത റൗണ്ട് 2 പങ്കെടുക്കും. അപ്പം ഞാൻ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് ആദ്യത്തെ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നേരത്തെ കിട്ടിയ ആരെങ്കിലും ഒരാൾ വേറൊരു ബ്രാഞ്ചിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ വേക്കൻസി വരും. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഭയങ്കര സിമ്പിളാക്കി ഒന്ന് മനസ്സിലാക്കി എടുത്താലോ? നോക്കാം അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് വന്നിട്ട് നമ്മളെ രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഇന്ത്യ റൗണ്ട് 1 റിസൾട്ട് വന്നു. അപ്പോൾ ഈ ഓൾ ഇന്ത്യ റൗണ്ട് 1 ആരാണ്? ഓൾ കാൻഡിഡേറ്റ്സ്, എല്ലാ കാൻഡിഡേറ്റ്സും എലിജിബിളാണ്. അതായത് അവർ ആദ്യമേ ഒരു കട്ട് ഓഫ് ഇടത്തില്ലേ. അപ്പോൾ ആ കട്ട് ഓഫിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഓൾ ഇന്ത്യ റൗണ്ട് 1 എനിക്കൊരു സീറ്റ് കിട്ടി എങ്കിൽ എനിക്ക് സ്റ്റേറ്റ് റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റേറ്റ് റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നോക്കിക്കേ, സ്റ്റേറ്റ് റൗണ്ട് 1 നോക്കിക്കോളണേ. സ്റ്റേറ്റ് എലിജിബിലിറ്റി റൂൾസ് അപ്ലൈ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് MBBS നിങ്ങൾ അവിടെ പഠിച്ചവരാണോ, അല്ലെങ്കിൽ ചിലത് നിങ്ങൾ ജനിച്ചത് അവിടെയാണോ, സർട്ടൺ ക്രൈറ്റീരിയാസ് നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ് എലിജിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ഓൺലി 1 ടൈം രജിസ്ട്രേഷൻ ഇൻ സം സ്റ്റേറ്റ്. അതായത് നമ്മുടെ കേരള, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ഒരൊറ്റ ടൈം മാത്രമേ അവർ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ കേരളയിലൊക്കെ രജിസ്ട്രേഷൻ ടൈം ആകുമ്പോൾ അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും, പിന്നെ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴാണോ അവർ പറയുന്നത് അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, എല്ലായിടത്തും എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ റൗണ്ട് 1 റിസൾട്ട് വന്നതിന് ശേഷമേ സ്റ്റേറ്റ് റൗണ്ടിൻ്റെ റിസൾട്ട് വരാവുള്ളൂ. അതേസമയം നമ്മുടെ തമിഴ്നാട്, പോണ്ടിച്ചേരിയൊക്കെ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? ഓൾ ഇന്ത്യ വരുന്നതിന് മുൻപ് തന്നെ അവർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം പിന്നെ ഓൾ ഇന്ത്യ റൗണ്ടിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ സ്റ്റേറ്റ് റൗണ്ടിൻ്റെ റിസൾട്ട് വരാവുള്ളൂ എന്നല്ലേ. പക്ഷേ നമ്മുടെ കർണാടകക്കാരെന്ത് ചെയ്യുന്ന അറിയാമോ? കർണാടകയിൽ ഇങ്ങനെയല്ല, അതിന് മുൻപൊക്കെ വരും. കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് ആ സ്റ്റേറ്റിനെ പറ്റി കറക്റ്റ് എലിജിബിലിറ്റി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ്, സൈനേഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോൾ സപ്പോർട്ടുണ്ട്, മെയിൽ സപ്പോർട്ടുണ്ട്, ടെലഗ്രാം, വാട്സപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾ
ഉറപ്പായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. എന്തേലും ഈ കൗൺസിലിംഗ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തേലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത് നോക്കിക്കുക. അപ്പോൾ സ്റ്റേറ്റ് റൗണ്ട് 1 നമ്മൾ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. അതായത് ഇപ്പം ഒരു കുട്ടിക്ക്, ഒരു കാൻഡിഡേറ്റിന് ഓൾ ഇന്ത്യ റൗണ്ട് 1 കിട്ടിയില്ല, സ്റ്റേറ്റ് റൗണ്ട് 1 കിട്ടിയില്ല. അപ്പോൾ ചോദ്യം എന്താണ്? ഓൾ ഇന്ത്യ റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പറ്റും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ റൗണ്ട് 1 സീറ്റ് കിട്ടിയില്ല, പക്ഷേ സ്റ്റേറ്റ് റൗണ്ട് 1 സീറ്റ് കിട്ടി, എങ്കിൽ എനിക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 2 പങ്കെടുക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 2 പങ്കെടുക്കാനായി പറ്റും. അതേസമയം മൂന്നാമത്തത്, ഓൾ ഇന്ത്യ റൗണ്ടിൽ എനിക്കൊരു സീറ്റ് കിട്ടി, എനിക്ക് സ്റ്റേറ്റ് റൗണ്ട് 1 എനിക്ക് സീറ്റ് കിട്ടി, എങ്കിൽ എനിക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 2 പങ്കെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഓൾ ഇന്ത്യ റൗണ്ട് 1 അഡ്മിഷൻ കിട്ടിയല്ലോ. അപ്പം നിങ്ങൾ സീറ്റ് കിട്ടിയപ്പോൾ എന്താണ്, ഡയറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് അവിടെ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുകയല്ലേ. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ 2 അലോട്ട്മെൻറ്റ് നടക്കും, പക്ഷെ നമുക്ക് ഒരു അഡ്മിഷനേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് സീറ്റ് റിസൈൻ ചെയ്യണം. സീറ്റ് റിസൈൻ ചെയ്തിട്ട് വിത്ത് നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റിൽ പോകാവുന്നതാണ്. പിന്നെ ഇത് നോക്കിക്കേ, ഓൾ ഇന്ത്യ റൗണ്ട് 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ കാൻഡിഡേറ്റ്സ്, എല്ലാ കാൻഡിഡേറ്റ്സും നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇഫ് രജിസ്റ്റേർഡ് ഇൻ ഓൾ ഇന്ത്യ റൗണ്ട് 1, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓൾ ഇന്ത്യ റൗണ്ട് 1 രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ സെയിം ലോഗിൻ പാസ്വേഡിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓൾ ഇന്ത്യയിൽ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 സ്റ്റേ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നിന്നുള്ള ഏതിലും കയറാൻ പറ്റും. അതായത് ഇപ്പം ചിലവർ ഓൾ ഇന്ത്യ 1 തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് കയറുന്നവരുണ്ട്, ചിലവർ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ റൗണ്ട് 3 രജിസ്റ്റർ ചെയ്ത് കയറുന്നവരുണ്ട്, ചിലവർ സ്റ്റേക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഓൾ ഇന്ത്യയിൽ MCCക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാത്തിലും നിങ്ങളെ അനുവദിക്കുന്നതാണ്. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റിൽ, എക്സ്പെഷ്യലി നമ്മുടെ കേരളയിലാണ് നിങ്ങൾ റൗണ്ട് 2 അതിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കയറാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കേരളയിൽ അവർ രജിസ്ട്രേഷൻ എപ്പോൾ ബിഗിൻ ചെയ്യുന്നു ആ സമയം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ റൗണ്ട് 2 ചോയ്സ് ഫില്ലിംഗ് കേരളയിൽ ചെയ്യാനായി പറ്റില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 കഴിഞ്ഞ് അടുത്ത നമ്മൾ നോക്കുന്നതാണ് സ്റ്റേറ്റ് റൗണ്ട് 2. അപ്പോൾ സ്റ്റേറ്റ് റൗണ്ട് 2 എങ്ങനെയാണ്? ഓൾ ഇന്ത്യ റൗണ്ട് 2 ജോയിൻറ്റ് ആർ എലിജിബിൾ. അപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ എന്താണ്, നമുക്ക് സ്റ്റേറ്റ് റൗണ്ട് 2 നിങ്ങൾക്ക് കയറാനായിട്ട്, നിങ്ങൾക്ക് പോകാനായിട്ട്, മൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് നോക്കി, പിന്നെ മറ്റൊരാളുടെ കുറച്ച് പേരുടെ സംശയമാണ്, ഓൾ ഇന്ത്യ റൗണ്ട് 1 എനിക്കൊരു സീറ്റ് കിട്ടി, അതേസമയം ഞാൻ ഓൾ ഇന്ത്യ റൗണ്ട് 2 പോവുകയാണേ, അപ്പോൾ എൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റത്തില്ല, സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ഒന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ അടുത്തപ്പം നമ്മൾ നോക്കിക്കുക, അപ്പോൾ സ്റ്റേറ്റ് റൗണ്ട് 2 എത്തിയേ. സ്റ്റേറ്റ് റൗണ്ട് 2 കഴിഞ്ഞിട്ട് എന്താണ്, സ്റ്റേറ്റ് റൗണ്ട് 2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 3 പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓൾ ഇന്ത്യ റൗണ്ട് 3 ആണ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ് അല്ലെങ്കിൽ ദ എൻഡ് പോയിൻറ്റ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ വന്നിട്ട് ഈ ഓൾ ഇന്ത്യ റൗണ്ട് 3 ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 3 എന്ന് പറയുമ്പം ഓൾ ഇന്ത്യ റൗണ്ട് 2 ജോയിൻഡ് ആർ എലിജിബിൾ. അപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 നിങ്ങൾ ജോയിൻഡ് ആണെങ്കിലും ഓൾ ഇന്ത്യ റൗണ്ട് 3 നിങ്ങൾക്ക് എലിജിബിൾ ആണ്, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പറ്റും. സ്റ്റേറ്റ് റൗണ്ട് 2 ജോയിൻഡ് ആണെങ്കിലും എലിജിബിൾ ആണ്. അപ്പം സ്റ്റേറ്റ് റൗണ്ട് 2 നിങ്ങൾ ജോയിൻഡ് ആണെങ്കിലും എലിജിബിൾ ആണ്. അതേസമയം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സ്റ്റേറ്റുകാർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിൻ്റെയും എലിജിബിലിറ്റി അവരുടെ ഫാക്ടേഴ്സ് എല്ലാം നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, പിന്നെ അവർ പറയുന്നത് എന്താണ്, ഫ്രഷ് രജിസ്റ്റേർഡ് ഇൻ R2 അലോട്ടഡ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇപ്പം R2 വന്നു, അലോട്ടഡ് ആയിരുന്നെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൗണ്ട് 3 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഓൾ ഇന്ത്യ റൗണ്ട് 3 നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 3 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി ജോയിൻ ചെയ്തു. സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അത് എടുക്കാതെ ഇരുന്നാൽ, ജോയിൻ ചെയ്തിട്ട് എടുക്കാതെ ഇരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റേ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പറ്റത്തില്ല.
അപ്പോൾ ഇത് നോക്കിക്കേ, ഓൾ ഇന്ത്യ റൗണ്ട് 3 കഴിഞ്ഞു. അടുത്ത വരുന്നതാണ് സ്റ്റേറ്റ് റൗണ്ട് 3. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 3 കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് റൗണ്ട് 3. ഓക്കെ, അപ്പോൾ അതിൽ ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓൾ ഇന്ത്യ റൗണ്ട് 3 ജോയിൻഡ് ആർ നോട്ട് എലിജിബിൾ. കണ്ടോ, അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ സ്റ്റേറ്റ് റൗണ്ട് 3യിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾ ഇന്ത്യ റൗണ്ട് 3 എന്ന് പറയുന്നതാണ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, എന്നിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുകയോ, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് റൗണ്ട് 3യിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഓൾ ഇന്ത്യ റൗണ്ട് 3 ജോയിൻഡ് ആർ നോട്ട് എലിജിബിൾ ഇൻ സ്റ്റേറ്റ് റൗണ്ട് 3. ഓക്കെ, ആൻഡ് ഓൾസോ ഓൾ ഇന്ത്യ റൗണ്ട് 3 അലോട്ടഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങൾ അലോട്ടഡായി, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻഡ് ആണോ, നിങ്ങൾക്ക് സ്റ്റേറ്റ് റൗണ്ട് 3യിൽ പങ്കെടുക്കാനായി പറ്റത്തില്ല. അടുത്ത നമ്മൾ നോക്കുന്നതാണ് സ്റ്റേ റൗണ്ടിനെ പറ്റിയേ. അപ്പോൾ സ്റ്റേ റൗണ്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. എലിജിബിലിറ്റി: പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ ഇന്ത്യ റൗണ്ട് 3 ആൻഡ് നോട്ട് അലോട്ടഡ് ഇൻ ഓൾ ഇന്ത്യ റൗണ്ട് 3. അപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങൾ പങ്കെടുത്തു, പക്ഷേ നിങ്ങൾക്ക് എന്താണ്, സീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് സ്റ്റേ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പറ്റും. ആൻഡ് നോട്ട് ഹോൾഡിങ് എ സ്റ്റേറ്റ് സീറ്റ്. മനസ്സിലായി? സ്റ്റേറ്റ് സീറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പാടുള്ളതല്ല. പിന്നെ ഫ്രഷായിട്ട് രജിസ്ട്രേഷനും പോസിബിൾ ആണ്, അത് ഓർത്തോളണം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ചെക്ക് ഫോർ സ്റ്റേറ്റ്. അതായത് ഇപ്പം സ്റ്റേറ്റ് റൗണ്ട് 3യിൽ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതായത് എന്താണ്, നമുക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നമുക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് റൗണ്ട് 3യിൽ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ചില സ്റ്റേറ്റുകൾ ഇപ്പം സ്റ്റേറ്റ് റൗണ്ട് 2ൽ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നമ്മുടെ MCCക്ക് പ്രശ്നമല്ല. MCC എന്ത് ചെയ്യും, ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. പക്ഷേ ചില സ്റ്റേറ്റ്, നമ്മുടെ കർണാടകയൊക്കെ കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് ഇഷ്യൂ ഉണ്ടാക്കി. അതുകൊണ്ട് നിങ്ങൾ കർണാടക അതുപോലുള്ള സ്റ്റേറ്റെല്ലാം നന്നായിട്ട് എലിജിബിലിറ്റി നോക്കുക. സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ റൗണ്ട്സിനെ പറ്റി മനസ്സിലാക്കിയല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാലോ അടുത്ത സ്റ്റേറ്റ് ഫർദർ റൗണ്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റേ റൗണ്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, നമുക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. സ്റ്റേ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇനി വരുന്ന സ്റ്റേറ്റ് ഫർദർ റൗണ്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് നോക്കാം. ആരൊക്കെയാണ് എലിജിബിൾ എന്ന് നോക്കാം. അതായത് ഓൾ ഇന്ത്യ റൗണ്ട് 3 ജോയിൻഡ്. ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തോ? അതോ സ്റ്റേറ്റ് റൗണ്ട് 3യിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതോ ഓൾ ഇന്ത്യ സ്റ്റേ അലോട്ടഡ്, അതായത് ഓൾ ഇന്ത്യ സ്റ്റേയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എലിജിബിൾ. സ്റ്റേറ്റിൻ്റെ ഫർദർ ഇനിയുള്ള റൗണ്ട്സിൽ നിങ്ങൾ എലിജിബിൾ അല്ല. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്റ്റേറ്റ് ഫർദർ റൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ് എലിജിബിലിറ്റി റൂൾസ് ആസ് പെർ ടേംസ്. അതായത് ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്, അവരുടേതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതുപോലെയാണ് നടക്കുന്നതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട എന്താണ്, ഓൾ ഇന്ത്യ റൗണ്ട് 3യിലാണ് അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് വരെയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ 3 റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കിട്ടിയോ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ എന്താണ്, പിന്നെ നിങ്ങൾക്ക് സ്റ്റേ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പറ്റത്തില്ല. അപ്പോൾ ആർക്കാണ് സ്റ്റേ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾ ഇന്ത്യ ഇപ്പോൾ റൗണ്ട് 3യിൽ നിങ്ങൾ ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, സ്റ്റേ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേസമയം ഓൾ ഇന്ത്യ സ്റ്റേയിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനുശേഷമുള്ള സ്റ്റേറ്റിൻ്റെ ഫർദർ റൗണ്ടിലും നിങ്ങൾക്ക് സ്റ്റേ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ ഫർദർ റൗണ്ട്സിലും പങ്കെടുക്കാനായി പറ്റത്തില്ല. ഇതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നതാണ് ദ ഇവാലുവേഷൻ ഓഫ് സീറ്റ്സ്. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് സീറ്റ്സ് നമ്മൾ സ്വന്തമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഒരു 85% സമയം പോകുന്നത് എന്താണ്, ഈ ഇവാലുവേഷൻ ഓഫ് സീറ്റ്സിൻ്റെ പിറകെ പോയിട്ടാണ് അല്ലേ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു അതാണ് നമ്മളുടെ ഭാവി. നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ നമുക്കൊരു 3 വർഷം അവിടെ താമസിക്കണ്ടേ. അപ്പം എല്ലാം അല്ലേ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇവാലുവേഷൻ ഓഫ്
സീറ്റ്സ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുൻപ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് എഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മുടെ സൈനേർഡ് പോർട്ടൽ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. അതായത് ഈ റാങ്കിന് എവിടെ പോയി, ഏതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഫുൾ ഡീറ്റെയിൽസാണ്. അപ്പോൾ ആ ഒരു ബേസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചോയ്സ് ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവാലുവേഷൻ സീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കിയാലോ. സീറ്റ് ഇവാലുവേഷൻ, a few suggestions. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഗോയിങ് വിത്ത് സമ്മൺ എൽസ് സജഷൻ. അതായത് മറ്റാരെങ്കിലും പറയുന്ന പോലെ നിങ്ങൾ കേട്ടിട്ട് ഒരു ചോയ്സ് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കാരണം എന്താണ്, ഓരോരുത്തവരെയും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ചിലവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചിനെ ആയിരിക്കും നോക്കുന്നത്, ചിലവർ ലൊക്കേഷൻ, എൻ്റെ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത സംസ്ഥാനമോ, പിന്നെ ഞാൻ നല്ലൊരു ഹാൻഡ്സ് ഓൺ നല്ല ക്ലിനിക്കൽ പ്രാക്ടീസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈനേർഡ് എന്താ പറയുന്നതെന്ന് അറിയാമോ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലൊരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണത്തില്ല, ഇവിടെയൊക്കെ ആയിരിക്കും ഞാൻ പഠിക്കുന്നത് എങ്കിലും നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് അവിടെ പി ജീസ് ഫാക്കൽറ്റീസിനൊക്കെ ഡയറക്റ്റായിട്ട് പോയി കണ്ട് പേഷ്യൻസിനെയൊക്കെ എത്ര കേസ് ലോഡുണ്ടോ എല്ലാം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എന്നാണ് നമ്മൾ സൈനേർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, അപ്പോൾ ഇതിൽ വന്നിട്ട് വേറെ ആരെങ്കിലുമൊക്കെ പറയുന്ന സജഷൻസ് ഓർത്ത് നിങ്ങൾ ചോയ്സ് ലിസ്റ്റ് ഉണ്ടാക്കരുത്. ചോയ്സ് ലിസ്റ്റ് എന്തായാലും നിങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യണം, അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി നോക്കിക്കേ, start from possibilities range and as much beyond. Look for the seed matrix. Very very important. അപ്പോൾ സീഡ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു റൗണ്ട് 1 MAMC പീഡിയാട്രിക്സ് ഒരു റാങ്കിന് പോയെന്ന് വെച്ചോളൂ, MAMC പീഡിയാട്രിക്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, സീഡ് മെട്രിക്സ് എടുക്കും, എന്നിട്ട് നോക്കും. അപ്പോൾ റൗണ്ട് 1 ഒരു കുട്ടി അതെടുത്തു, ഈ സീഡ് മാട്രിക്സിൽ ഇത്രയും പോയി എന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പം ഒരാൾക്ക് ഇപ്പം സപ്പോസ് അലോട്ടഡ് ആയെന്ന് വെച്ചോ, ഒരാൾക്ക് അലോട്ടഡ് അവർ അത് പിക്ക് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഒരു സീറ്റ് കുറഞ്ഞു. അപ്പോൾ സീറ്റ് മെട്രിക്സിൽ ഞാൻ നോക്കും, അപ്പോൾ ഈ ഒരു സീറ്റ് അവിടെ കുറഞ്ഞു, അപ്പോൾ ഇനിയുള്ള എൻ്റെ പോസിബിലിറ്റീസ് ഏതാണ്. അപ്പോൾ സീറ്റ് മെട്രിക്സ് വെച്ച് നോക്കി എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ സമയത്ത് ഇപ്പം നമ്മളിപ്പം കേരളയൊക്കെ നോക്കുകയാണെങ്കിൽ റിസർവേഷൻ ചിലപ്പം ഒരു കോഴ്സിന് ഈ ഒരു റിസർവേഷൻ കാണാം. ഇപ്പോൾ സപ്പോസ് ഇപ്പം ഓൾ ഇന്ത്യ ആയാലും അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഇപ്പം MD ന്യൂക്ലിയർ മെഡിസിൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ന്യൂക്ലിയർ മെഡിസിന് 2 സീറ്റേ കാണും. ചിലപ്പം ചില കോളേജസിൽ ചിലപ്പോൾ ഒരു സീറ്റ് ചിലപ്പോൾ റിസർവേഷൻ ആയിരിക്കാം. അതിങ്ങനെ മാറും. സീറ്റ് മെട്രിക്സ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ MU മുസ്ലിമിന് ഈ ഒരു പ്രാവശ്യം ഈ ഒരു കോളേജിൽ ഇപ്പോൾ ചിലപ്പോൾ സപ്പോസ് കോഴിക്കോടിലെ ഒരു ബ്രാഞ്ച് MUനുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ മാറ്റമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കണോ, എങ്ങനെയായിരിക്കും സീറ്റ് മെട്രിക്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കേ, ഫിറ്റ്മെൻറ്റ് വേഴ്സസ് ദ ട്രെൻഡ്സ്. അതായത് ഒരു 5 വർഷം മുൻപുള്ള ഈ ബ്രാൻഡിൻ്റെ ട്രെൻഡ് എടുത്ത് നോക്കിയാലേ ഇപ്പോഴുമായിട്ട് നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുൻപുള്ള ട്രെൻഡൊന്നും അല്ല ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇപ്പം കുറേ പേര് അവരുടെ ഇഷ്ടമായിട്ട് നോക്കുന്ന വർക്ക് ലൈഫ് ബാലൻസ് നോക്കുന്നവരുടെ ആ ഒരു ട്രെൻഡ് കാണാം. അങ്ങനെ ഒത്തിരി, അതാണ് ഞാൻ പറഞ്ഞത്, ചോയ്സ് ലിസ്റ്റ് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യും. ചിലവർക്ക് വർക്ക് അവേഴ്സ്, ഇപ്പോൾ എമർജൻസി മെഡിസിനൊക്കെ ചൂസ് ചെയ്യുന്നവർക്ക് എന്താണ്, അവർക്ക് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എത്രത്തോളം അല്ലെ അവരുടെ ഒക്കെ അങ്ങനെ എൻജോയ് ചെയ്യുന്നവരുണ്ട്. ചിലവർക്ക് എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ ഫാമിലി ലൈഫ് കുറച്ച് നോക്കേണ്ട, ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു ക്രൈറ്റീരിയ എന്താണ്, വർക്ക് ലൈഫും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുന്നാൽ മതി. അപ്പോൾ അതനുസരിച്ചുള്ള സ്പെഷ്യാലിറ്റി ആയിരിക്കും അവരെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും അവരുടേതായ എഫേർട്ട് ഇട്ടിട്ട് ഒരു ചോയ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നോക്കിക്കേ, റീ എവാലുവേറ്റ് ഓൾ സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക് ഓർ ആസ്പിറൻറ്റ് ഫീഡ്ബാക്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് മറ്റൊരു കാര്യം, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ടെലിഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഓരോന്നൊക്കെ പറയും. ചിലർ പറയും എന്താണ്, ഈ MD റേഡിയോ ആണെങ്കിൽ ഇപ്പോൾ AA വന്നല്ലോ, പിന്നെ വേറെയും കുറേ ബ്രാഞ്ചസിനെയൊക്കെ നെഗറ്റീവായിട്ട് ഓരോരുത്തർ പറയും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വിശ്വസിച്ച് പോകും, എനിക്കിനി ആ ബ്രാഞ്ച് വേണ്ട, ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ കളയുമ്പോഴായിരിക്കും എന്താണ് ഇങ്ങനെ പറഞ്ഞവർ രക്ഷപ്പെട്ട് അവർക്ക് ഈ ബ്രാഞ്ച് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഞാൻ പോയി അങ്ങ് ആ സീറ്റ് എടുക്കാം, നിങ്ങളെക്കാളും ലോ റാങ്ക് ആയിരിക്കും. അപ്പോൾ അവർ പോയിട്ട് എന്ത് ചെയ്യും, സീറ്റും കൊണ്ട് അങ്ങ് പോകും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ വളരെ അലേർട്ടായിരിക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നതൊന്നും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ അതെല്ലാം എന്താണ് കറക്റ്റായിട്ട് നമ്മൾ ജെന്യുവൻലി പോയി
അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നോക്കണം. ഇപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് DNBയുടെ പാസ് റേറ്റ് കുറവാണ്. ഇപ്പോൾ ഇന്നൊരു ബ്രാഞ്ച് എടുത്തിട്ട് പറയും ഇവിടെ ഭയങ്കര പാസ് റേറ്റ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കേട്ടുകൊണ്ട് അതുവഴി പോയാൽ ആർക്ക് നഷ്ടമാണ്? നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? DNBയുടെ ഏത് സബ്ജക്റ്റാണോ അവർ പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ 5 ഇയേഴ്സ് പാസ്റ്റ് 5 ഇയേഴ്സ് ഉള്ള പാസ് റേറ്റ് നിങ്ങൾ നോക്കണം. എന്നിട്ട് നോക്കുക എങ്ങനെയാണ് ഈ പാസ്റ്റ് 5 ഇയേഴ്സിൽ എത്ര പേര് എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര പേര് പാസ് ചെയ്തു. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ എന്താണ്, ജെന്യുവൻലി നിങ്ങൾക്ക് തന്നെ ആ കറക്റ്റ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. പിന്നെ നോക്കിക്കേ, പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ്സിലൊക്കെ നല്ല വീഡിയോസിൽ ഇപ്പോൾ കോളേജസിൻ്റെ ഫീഡ്ബാക്ക്, ഇപ്പോൾ ജെന്യൂൻലി ആയിട്ടുള്ള, അപ്പോൾ ഒരാളെ മാത്രം ട്രസ്റ്റ് ചെയ്യൽ ഒരു കോളേജിന് തന്നെ പല ആളുകളുടെ അങ്ങനെയുള്ള ജെന്യൂൻലി ആയിട്ടുള്ളത് നോക്കാം. അതേസമയം നെഗറ്റീവായിട്ട് പറയുന്നതും ഉണ്ട്. അതുകൊണ്ട് എല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ അവയർനെസ്സോടും അലേർട്ടും ആയിട്ട് മാത്രമേ വാച്ച് ചെയ്യാവുള്ളൂ. പിന്നെ ഒന്ന് നോക്കിക്കേ, ചെക്ക് വിത്ത് ദ സീനിയേഴ്സ്, PGs ആൻഡ് ഫാക്കൽറ്റീസ്. യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മളൊരു കോളേജാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോവാം. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ അവരുടെ വിലപ്പെട്ട സമയമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്യണേ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് അവരുടെ അടുത്ത് ചോദിക്കാനുള്ളതെന്ന്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീഷണർ ഒരു 5-6 വർഷം അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണർ ആണെങ്കിൽ അവർക്ക് അത്രത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ്, സാലറി എങ്ങനെയാണ്, സ്കോപ്പ്, ജോബ് സ്കോപ്പ് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അവരോട് ചോദിക്കുക. പിന്നെ PGs, സീനിയേഴ്സ്, അപ്പോൾ അവരോടൊക്കെ ചോദിക്കുക എന്താണ് അവിടെ വർക്ക് ലോഡൊക്കെ എങ്ങനെയാണ്, നൈറ്റ് ഡ്യൂട്ടീസ് വരുമ്പോൾ എത്ര അവേഴ്സാണ്, 36 അവേഴ്സ് ആണോ, ചിലയിടത്ത് 48 അവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം നിങ്ങൾക്ക് കേസ് ലോഡ് എല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളൊരു 3 ഇയേഴ്സ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയും നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു 3 ഇയേഴ്സ് നമ്മൾ അവിടെയാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാം മനസ്സിലാക്കി എടുക്കണം. പിന്നെ നോക്കിക്കേ, സർട്ടൻ ഫാക്ടേഴ്സാണ്. അതിന് സ്പെഷ്യാലിറ്റി ഇവാലുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ്. അപ്പോൾ സ്പെഷ്യാലിറ്റീനെ പറ്റി അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് നന്നായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നോക്കിക്കേ, അക്കാഡമിക്സ്, ദ ടൈപ്പ് ഓഫ് ദ കേസസ്, കേസ് ലോഡ്, ഹാൻഡ്സ് ഓൺ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ല, നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് വിളിച്ച് ചോദിക്കാൻ പറ്റിയ സീനിയേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക അവിടുത്തെ അക്കാഡമിക്സ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ കിട്ടുന്നുണ്ടോ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും മിസ് ചെയ്യല്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു PGയോട് മാത്രം ചോദിക്കരുത്. 1, 2, 3 PGs കാണില്ലേ, അവരോടെല്ലാം ചോദിക്കണം. കാരണം ഒരാളുടെ മാത്രം ഒരു ചിലവരുടെ മനസ്സിലായില്ലേ, അപ്പോൾ ഒരാളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ 2-3 പേരെടുത്ത് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. കറക്റ്റായിട്ടൊരു നമുക്ക് എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ 2-3 പേരെടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ നമുക്ക് ആ കറക്റ്റായിട്ടൊരു ഇൻഫോർമേഷൻ വേണം അല്ലേ. അപ്പോൾ ഒരു PGനെ പോലെ ആയിരിക്കില്ലല്ലോ. അപ്പം ഓരോരുത്തരുടെയും അവരുടേതായ പെർസ്പെക്റ്റീവിൽ അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ PGസിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ നോക്കിക്കേ, ഫീഡ്ബാക്ക് ഓൺ ദ ഡിപ്പാർട്ട്മെൻറ്റ്, വർക്ക് എൻവയോൺമെൻറ്റ്. അപ്പോൾ അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ പറഞ്ഞു പാസ് പെർസെൻറ്റേജ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് നമ്മൾ ഡിഗ്രി കോഴ്സ് ഇപ്പോൾ DNB ആയാലും ശരി, MS ആയാലും, നിങ്ങൾ PG ഡിപ്ലോമ ആണെങ്കിൽ പോലും നിങ്ങൾ പാസ് റേറ്റ് ഒക്കെ ചോദിക്കണം. എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ഇയേഴ്സിൻ്റെ ഡേറ്റ എടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം എങ്ങനെയാണ് പാസ് റേറ്റ് കൂടുന്നുണ്ടോ, എത്ര പേര് അപ്ലൈ ചെയ്തു, എന്നിട്ട് എത്ര പേര് പാസ്സായി, എന്തെങ്കിലും സപ്ലി ആയിട്ട് ഇരിപ്പുണ്ടോ, അതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ നോക്കിക്കേ, അടുത്തതായിട്ട് ലാംഗ്വേജ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തുളു പോലെയുള്ള ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റേറ്റിൽ നിന്ന് വന്ന PG അവിടെ കാണുമല്ലോ. അപ്പോൾ അവരോട് പോയിട്ട് ചോദിക്കുക ഈ ലാംഗ്വേജ് എങ്ങനെയാണ്, പഠിക്കാൻ അത് ബുദ്ധിമുട്ടുണ്ടോ, അപ്പം നിങ്ങളെങ്ങനെയാണ് ലാംഗ്വേജ് പഠിച്ചത്, ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റുമോ, എങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ സ്റ്റേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ അല്ലേ അത് ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. അപ്പോൾ അവർക്ക് നന്നായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് റീജിയണൽ ഫാക്ടേഴ്സ് അല്ലേ, ഫുഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, ഫുഡ് എങ്ങനെയാണ് അതൊക്കെ നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ലൊക്കേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാവൽ ഫെസിലിറ്റി, കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഒരു ഹോളിഡേ കിട്ടുന്ന ഒരു 2 ദിവസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഫാമിലിയിലൊക്കെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ 2 ദിവസമേ അവധിയുള്ളൂ. അപ്പോൾ ഒരു 3 ദിവസം ട്രാവലിംഗ് എടുക്കുമെങ്കിൽ എന്താണ് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം നമുക്ക് മനസ്സിലാക്കണേ, അതെല്ലാം നിങ്ങൾ അന്വേഷിക്കണം. അതുപോലെ
അക്കോമഡേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചിലവരെന്താണ് ഫാമിലി ആയിട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ചില കോളേജസിൻ്റെ അകത്ത് തന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഫാമിലിക്ക്. അപ്പോൾ ചില കോളേജസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പരിസരത്ത് ഇതുപോലെ അക്കോമഡേഷന് പറ്റിയ സ്ഥലങ്ങളുണ്ടോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അക്കോമഡേഷന് എന്തോ ആയിരിക്കും, റെൻറ്റ് എമൗണ്ട് എത്രയായിരിക്കും, അതെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ സർവീസ് ബോണ്ട് പോസ്റ്റിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചിലയിടത്ത് സർവീസ് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക സർവീസ് ബോണ്ട് ഏത് സ്ഥലത്താണ്, അപ്പോൾ അങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് സാലറി, എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് എത്രയായിരിക്കും, അതും നിങ്ങൾ ചോദിക്കണം. പിന്നെ ഇനി നമ്മൾ ഫൈനലി നോക്കുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അതിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. യെസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് ചുറ്റും എന്താണ് പോസിറ്റീവ് പീപ്പിളിനെ സറൗണ്ട് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാവില്ലേ, നിൻ്റെ റാങ്ക് എന്താണ്, ഒരു വലിയ റാങ്ക് ആണല്ലോ, ഈ പ്രാവശ്യം കിട്ടാനൊന്നും സാധ്യതയില്ല, അങ്ങനെ ഹോപ്പൊന്നും തരാതെ ഭയങ്കര നെഗറ്റീവായിട്ട് ഒരുപാട് നെഗറ്റീവ് പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിലും നമുക്കൊരു ബെസ്റ്റ് സീറ്റ് കിട്ടുന്നവരെ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ നോക്കിക്കേ, ഇവാലുവേറ്റ് സീറ്റ്സ് യുവർ സെൽഫ്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നമ്മൾ സ്വന്തമായി തന്നെ നമ്മളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനുസരങ്ങളും നമ്മൾക്ക് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വന്തമായി തന്നെ ചോയ്സ് ലിസ്റ്റ് തയ്യാറാക്കുക. പിന്നെ ഞാൻ ഇവാലുവേഷനുള്ള പോയിൻറ്റ്സാണ് നേരത്തെ പറഞ്ഞത്, അതെല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ അടുത്തത് പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഗോ വിത്ത് റൂൾസ് ആസ് മെൻഷൻ ബൈ ദ അതോറിറ്റി. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Ignore comments or interpretation of rules adhere to what authorities mention. അതിൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ അതോറിറ്റി പറയാണ് ഒരു ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ചില ഗ്രൂപ്പ്സൊക്കെ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ടെലിഗ്രാമിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കും, അന്നൊരു ബാങ്ക് ഹോളിഡേ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് നമുക്കൊരു പബ്ലിക് ഹോളിഡേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പിസം തുടങ്ങിയിട്ട് നമുക്ക് ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് പോയിട്ട് പറയാം അന്ന് പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്സുകളാണ് കാണാം. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ, അവരിങ്ങനെ പറയുകയും ചെയ്യും, അവർ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഇതിൻ്റെ പുറകെ ഒന്നും പോകരുത്. നമ്മുടെ അതോറിറ്റീസ് എന്താണോ പറയുന്നത്, അതോറിറ്റീസ് പറയുന്നത് അഡർ ചെയ്യാന്ന് വെച്ചാൽ അതോറിറ്റീസ് പറയുന്ന പോലെ അനുസരിക്കുക. അവരെന്താണോ ഡേറ്റ് പറയുന്നത്, അവരുടെ റൂൾസ് എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ അടുത്ത വരുന്നതാണ് decide choices well ahead. Very very important. Don't miss a choice that you wish to join. Don't fill a choice that you will not join. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കാൻ നേരത്ത് ഓരോ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, എനിക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ടോ, എനിക്ക് അവിടെ കിട്ടിയാൽ ഞാൻ എന്തായാലും പോകുമോ, അങ്ങനെ മനസ്സിനോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഓരോ ഓപ്ഷനുകൾ കൊടുക്കാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ചില കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുമെന്നറിയാമോ, അവർ റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പിന്നെ ചിന്തിക്കും, അയ്യോ എനിക്ക് ഗവൺമെൻറ് കിട്ടാൻ സാധ്യതയില്ല, അപ്പം ഞാനെങ്കിൽ ഇനിയൊന്ന് പ്രൈവറ്റ് ഡീംഡ് കൊടുത്താലോ, അങ്ങനെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ റൗണ്ട് 2 അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അവരെക്കാളും ലോ ആയിട്ടുള്ള റാങ്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യും, അവർ ആദ്യമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, റൗണ്ട് 1 അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് NRI ഒക്കെ ആണെങ്കിൽ സീറ്റ് കിട്ടിയാൽ അവർ മാറാനുമുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഇവിടെ എന്ത് പറ്റി, റൗണ്ട് 1 തീരുമാനിച്ചില്ല, പക്ഷേ റൗണ്ട് 2 തീരുമാനിച്ചു, എനിക്ക് അപ്പോൾ ഒന്ന് പ്രൈവറ്റ് കയറേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് കയറി, പക്ഷേ എന്താണ്, ആ ഒരു സീറ്റ് നഷ്ടമായി. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ആ കൗൺസിലിങ്ങിൻ്റെ ആ ഒരു സമയത്ത് എടുത്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത്, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കൗൺസിലിങ്ങിന് മുൻപ് തന്നെ എടുത്ത് എല്ലാം സെറ്റായിട്ട് ഇരിക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ചില കാൻഡിഡേറ്റ്സ് പറയും, എനിക്ക് അടുത്ത വർഷം മതിയോ സീറ്റ്, അതോ എനിക്ക് ഈ പ്രാവശ്യം നോൺ ക്ലിനിക്കിൽ കിട്ടി, അത് പത്തോ അതെനിക്ക് ഓക്കെ ആണോ, അത് ഞാൻ എടുക്കണ്ടേ. അപ്പോൾ ആ ഒരു സമയം നമ്മളെല്ലാം കൗൺസിലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ആ ഒരു ടൈമിൽ നിങ്ങൾ
കൺഫ്യൂസ്ഡായി അങ്ങനെ പോകരുത്. നമ്മൾ കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുൻപ്, അതാണ് നമ്മൾ സൈനോട് എപ്പോഴും പറയുന്നത്, ആ ചോയ്സ് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ആ എല്ലാ ഓപ്ഷൻസും നമ്മൾ സൈനോയിൽ തന്നെ ചോയ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റ, പ്രീവിയസ് ഇയർ ഡേറ്റ, നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം നോക്കാം ഏതൊക്കെയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഡിസിഷൻസ്, ഇപ്പം പ്രൈവറ്റിൽ കൗൺസിലിംഗ് ഇപ്പോൾ നമുക്കിപ്പം ഡീംഡ് ആണെങ്കിൽ ഡീംഡിൻ്റെ നേരത്തെ കൊടുക്കണമല്ലോ, അവിടെ ഓപ്ഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഇത് എല്ലാം നിങ്ങൾ എന്താണ് നേരത്തെ തന്നെ തീരുമാനിച്ച് റെഡി ആയിട്ട് വെച്ചാൽ ആ ഒരു കൗൺസിലിംഗ് ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സോ കൺഫ്യൂഷനോ ഒന്നും വരില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഡീംഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, അപ്പോൾ എൻ്റെ റാങ്കിന് ഗവൺമെൻറ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ഡീംഡ് കോളേജസ് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ തന്നെ റൗണ്ട് 1 ചെയ്താൽ എന്താണ്, പിന്നെ നിങ്ങളുടെ അവസരം മിസ്സായി പോകത്തില്ല. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ സ്റ്റെപ്സിന് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അപ്പോൾ നിങ്ങളോട് സംസാരിച്ച ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനോട്ട്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.